ആംഗിൾ മോഡുലേഷനിൽ തേർഡ് പാർട്ടിൽ നമുക്കിനി പഠിക്കാനുള്ളത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. ഫേസ് ഡീവിയേഷൻ, മോഡുലേറ്റിംഗ് ഇൻഡെക്സ്, അതുപോലെ ഫ്രീക്വൻസി ഡീവിയേഷൻ, ഇതൊക്കെ. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ടേം ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നലിന്റെ ബേസിലാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ, FM മോഡുലേറ്റഡ് സിഗ്നലിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് SFM of t equal to AC sin omega CT plus MF sin omega MT എന്നാണ്. ചില ടെക്സ്റ്റ് ബുക്കിൽ SFM of t ക്ക് വരും E of t എന്നൊക്കെ പറഞ്ഞ സിഗ്നലെ റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ തന്നെ AC എന്ന് പറയുന്നത് കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഒമേഗ CT എന്ന് പറയുന്നത് കാരിയറിന്റെ ഫ്രീക്വൻസി ആണ്. സൈൻ ഒമേഗ MT എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഫ്രീക്വൻസിയാണ്. MF എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് ഇൻഡെക്സ് ആണ്. അപ്പോൾ വേറെ ചില ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ സിഗ്നലിനെ SFM of t എന്ന് പറയുന്ന പകരം E of t എന്നൊക്കെ പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്ത് കാണാം. അത്ര വ്യത്യാസം ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. സോ ഫ്രീക്വൻസി മോഡുലേറ്റഡ് ആയിട്ട് സിഗ്നലിനെ മാത്തമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം: AC സൈൻ ഒമേഗ CT പ്ലസ് MF സൈൻ ഒമേഗ MT എന്ന് പറഞ്ഞിട്ട്. ഇതിൽ MF എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് ഇൻഡെക്സ് ആണ്. മോഡുലേറ്റിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അതിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ബൈ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഫ്രീക്വൻസി ഡീവിയേഷൻ ബൈ മാക്സിമം മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ആണ് മോഡുലേറ്റിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഡീവിയേഷനെ നമുക്ക് ഇവിടെ ചില ടെസ്റ്റിൽ ഡെൽറ്റ എഫ് വെച്ച് പറയും, ഇവിടെ ഞാൻ ഡെല്ല് വെച്ച് പറഞ്ഞിരിക്കുന്നു. ബൈ FM മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി FM. ഇതിൽ നമുക്ക് മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷനെ നമുക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം: KF AM ബൈ 2π. ഫ്രീക്വൻസി ഡീവിയേഷനെ നമുക്ക് KF AM ബൈ 2π ആണ് ബൈ FM. ഓക്കെ, ഇനി ഈ ബൈ FM എന്നുള്ളത് FM എന്താണ്? FM ബൈ 1 ആണ്. ഈ ബൈനെ മുകളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇൻറ്റു 1 ബൈ FM എന്ന് പറഞ്ഞു വരും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? KF AM ബൈ 2π ഇൻറ്റു 1 ബൈ FM എന്ന് എഴുതാം. ഒരുമിച്ച് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? KF ഇൻറ്റു AM ബൈ 2π FM എന്ന് എഴുതാം. ഓൾറെഡി നമുക്കറിയാം ഒമേഗ M എന്ന് പറയുന്നത് ഒമേഗ ഇക്വൽ ടു 2π F ആണ്. അപ്പോൾ ഒമേഗ M ഇക്വൽ ടു 2π FM ആണ്. നമുക്കിവിടെ ഡിനോമിനേറ്ററിൽ എന്താ കിട്ടിക്കണേ? 2π FM ആണ്. ഇതിനെ മാറ്റി നമുക്ക് എന്ത് എഴുതാം? ഒമേഗ M എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഫൈനലി നമുക്ക് ഈ MF എന്ന് പറയുന്നത് എന്താ കിട്ടിയത്? KF AM ബൈ ഒമേഗ M. KF AM ബൈ ഒമേഗ M. മോഡുലേറ്റിംഗ് ഇൻഡെക്സിനെ നമ്മൾ പ്രൂവ് ചെയ്തെടുത്തതാണ് ഇവിടെ. മോഡുലേറ്റിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡീവിയേഷൻ ബൈ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഫ്രീക്വൻസി ഡീവിയേഷന്റെ ഇക്വേഷൻ ഇതാണ്: KF AM ബൈ 2π ബൈ FM. ഇത് ഇക്വേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫൈനലി നമുക്ക് KF AM ബൈ ഒമേഗ M എന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാണ്, ഒരു ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നലിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് AC സൈൻ ഒമേഗ CT പ്ലസ് MF സൈൻ ഒമേഗ MT ആണ്. ഇതിൽ MF ആണ് മോഡുലേറ്റിംഗ് ഇൻഡെക്സ്. ഈ MF എങ്ങനെ കിട്ടി എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്: KF ഇൻറ്റു AM ബൈ ഒമേഗ M. ഇതിൽ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ KF എന്താന്ന് പറയണില്ല. അപ്പൊ KF എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി ആണ്. ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി ആണ്. അതുപോലെ തന്നെ ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്ന ഒരു ടേം കൂടെ നമുക്ക് പഠിക്കണം. ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ്. ഫ്രീക്വൻസി ഡീവിയേഷൻ എന്താണ്? KF ഇൻറ്റു AM ആണ്. KF ഇൻറ്റു AM ആണ്. ഓക്കെ, ഈ ഒരു രണ്ട് ഇക്വേഷനിൽ നമുക്ക് എന്താണ് മനസ്സിലായത്? നമ്മൾ MF എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് ഫ്രീക്വൻസി ഡീവിയേഷൻ. അപ്പോൾ ഫ്രീക്വൻസി ഡീവിയേഷന്റെ മോഡുലേഷൻ ഇൻഡെക്സിന്റെ ഇക്വേഷൻ എന്താണ്? KF AM ബൈ ഒമേഗ M. ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് മനസ്സിലായി? നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നലിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ മോഡുലേഷൻ ഇൻഡെക്സ് ആരെയൊക്കെ ആയിട്ട് ഡിപ്പെൻഡഡ് ആണ്? ആംപ്ലിറ്റ്യൂഡ് ആയിട്ടും മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡും മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഫ്രീക്വൻസി ആയിട്ടും ഡിപ്പെൻഡഡ് ആണ് ആര്? മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതേസമയം ഫ്രീക്വൻസി ഡീവിയേഷൻ ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്? ഫ്രീക്വൻസി ഡീവിയേഷൻ ഓൺലി ഡിപ്പെൻഡ് ഓൺ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. അല്ലെ, മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് മാത്രമാണ് ആർക്ക് ബന്ധം വരുന്നത്? ഫ്രീക്വൻസി ഡീവിയേഷൻ അവിടെ ബന്ധം വരുന്നത്. അപ്പോൾ ജനറൽ എക്സ്പ്രഷൻ ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നലിന്റെ ജനറൽ ഇക്വേഷൻ AC സൈൻ ഒമേഗ CT പ്ലസ് MF സൈൻ ഒമേഗ MT ആണ്. ഇതിൽ MF എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് ഇൻഡെക്സ് ആണ്. മോഡുലേറ്റിംഗ് ഇൻഡെക്സിന്റെ ഫോർമുല എന്താണ്? ഫ്രീക്വൻസി ഡീവിയേഷൻ ബൈ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഫൈനലി ഈ മോഡുലേറ്റിംഗ് ഇൻഡെക്സ് നമുക്ക് ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? KF AM ബൈ ഒമേഗ M ആണ്. ഇനി അപ്പോൾ ഫൈനലി ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് പറയാം? Modulating index ആരൊക്കെ? In the case of a frequency modulated signal, modulating index depends upon amplitude and
ഫ്രീക്വൻസി ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. അതുപോലെ തന്നെ ഈ KF എന്ന് പറയുന്നത് ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി ആണ്. അടുത്തൊരു ടേം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ്. ഫ്രീക്വൻസി ഡീവിയേഷൻ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് KF × AM ആണ്. സോ ഓൺലി ഡിപ്പെൻഡ് ഓൺ ഫ്രീക്വൻസി ഡീവിയേഷൻ ഓൺലി ഡിപ്പെൻഡിങ് ഓൺ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് നമുക്കിവിടെ പറയാൻ സാധിക്കും. അടുത്തത് ഫേസ് മോഡുലേഷൻ ആണ്. ഫേസ് മോഡുലേഷനിൽ നമുക്ക് ഫേസ് മോഡുലേറ്റഡ് സിഗ്നലിനെ നമുക്ക് SPM(t) എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സിഗ്നലിനെ നമുക്ക് ജനറലി ഇക്വേഷൻ എഴുതാൻ പറ്റുകയാണെങ്കിൽ AC sin ω(CT) + MP cos ω(MT) എന്ന് എഴുതാം. AC sin ω(CT) + MP cos ω(MT). ഇതിൽ നമുക്ക് ഒരുമാതിരി ടേംസ് ഒക്കെ അറിയാം. AC എന്താണ്? കാരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. ω(CT) എന്താണ്? ω(t) എന്ന് പറയുമ്പോൾ അത് ഫ്രീക്വൻസി ആണ്. ω(CT) അപ്പൊ കാരിയറിന്റെ ഫ്രീക്വൻസി. ω(MT) എന്ന് പറയുമ്പോൾ അത് മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഫ്രീക്വൻസി. MP എന്ന് പറയുന്നത് M കണ്ടത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ P എന്ന് ഉദ്ദേശിക്കുന്നത് ഫേസ് മോഡുലേഷനിലെ മോഡുലേഷൻ ഇൻഡെക്സ്. ഫേസ് മോഡുലേഷന്റെ കേസിൽ മോഡുലേറ്റിംഗ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ നോക്കൂ. ഇവിടെ നമുക്ക് നോക്കിയാൽ ഇതാണ് ഇക്വേഷൻ. MP = KP × AM. ഇവിടെ KP എന്ന് പറയുന്നത് ഫേസ് സെൻസിറ്റിവിറ്റി ആണ്. ഫേസ് സെൻസിറ്റിവിറ്റി ആണ്. MP എന്ന് പറയുന്നത് ഫേസ് മോഡുലേഷനിലെ മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. KP എന്ന് പറയുന്നത് ഫേസ് സെൻസിറ്റിവിറ്റി ആണ്. അതുപോലെ തന്നെ ഇവിടെ ∆φ എന്ന് പറയുന്നത് ഫേസ് ഡീവിയേഷൻ ആണ്. മറ്റോടത്ത് നമ്മൾ ഫ്രീക്വൻസി ഡീവിയേഷൻ പഠിച്ചു, അതുപോലെ ഇവിടെ ഫേസ് ഡീവിയേഷൻ. അപ്പോൾ ∆φ എന്ന് പറയുന്നത് ഫേസ് ഡീവിയേഷൻ ആണ്. ഇക്വേഷൻ നോക്കൂ. മോഡുലേറ്റിംഗ് ഇൻഡെക്സ് ഓഫ് ഫേസ് ഡീവിയേഷന്റെ ഇക്വേഷൻ വിൽ ബി KP × AM. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഒരു ഫേസ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ കേസിൽ മോഡുലേഷൻ ഇൻഡെക്സ് ആരൊക്കെയായിട്ട് ഡിപ്പെൻഡഡ് ആണ്? ഓൺലി ഓൺ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നലുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഫേസ് ഡീവിയേഷനോ? ഫേസ് ഡീവിയേഷൻ ഇസ് ഡിപ്പെൻഡിങ് ഓൺ ബോത്ത് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. ബോത്ത് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സോ ഇൻ ദ കേസ് ഓഫ് എ ഫേസ് മോഡുലേഷൻ, modulation index depends only on amplitude, but phase deviation depends on both amplitude and frequency of the modulating signal എന്ന് നമുക്കിവിടെ പറയാൻ സാധിക്കും. അടുത്തത് എങ്ങനെ ഒരു PM വേവ് നമുക്ക് ജനറേറ്റ് ചെയ്യാം? ഫേസ് മോഡുലേറ്റഡ് വേവ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു മെസ്സേജ് സിഗ്നലിനെ ഡിഫറൻഷിയേറ്ററിലേക്ക് കൊടുക്കുക. ഡിഫറൻഷിയേറ്ററിൽ നിന്ന് അതിനെ ഫ്രീക്വൻസി മോഡുലേറ്ററിലേക്ക് കൊടുക്കുക. ഫ്രീക്വൻസി മോഡുലേറ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു PM സിഗ്നൽ ആയിരിക്കും. അപ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫ്രീക്വൻസി മോഡുലേറ്റർ വി ക്യാൻ ജനറേറ്റ് എ ഫേസ് മോഡുലേറ്റഡ് സിഗ്നൽ. ഓക്കെ, ഒരു ഫേസ് മോഡുലേറ്റഡ് സിഗ്നൽ ഉണ്ടാക്കാൻ നമ്മൾ ആരുടെ സഹായം യൂസ് ചെയ്യേണ്ടത്? ഒരു ഫ്രീക്വൻസി മോഡുലേറ്ററുടെ സഹായം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നലിനെ നമ്മൾ ആദ്യം ഒരു ഡിഫറൻഷിയേറ്ററിലേക്ക് കൊടുക്കും. ഈ മെസ്സേജ് സിഗ്നലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് തരുന്ന ആ ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന സിഗ്നലിനെ ഫ്രീക്വൻസി മോഡുലേറ്ററിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ദിസ് ഇൻപുട്ട് സിഗ്നൽ ഈസ് കൺവേർട്ടഡ് and finally we get a phase modulated signal in the output. അടുത്തത് ജനറേഷൻ ഓഫ് FM സിഗ്നൽ ആണ്. ഈ ഒരു ഡയഗ്രാം കണ്ടാൽ മനസ്സിലാക്കാം. FM സിഗ്നൽ ഉണ്ടാക്കാൻ നമ്മൾ ഫേസ് മോഡുലേറ്ററിന്റെ സഹായം എടുക്കുന്നുണ്ട്. സോ വിത്ത് ഹെൽപ്പ് ഓഫ് എ ഫേസ് മോഡുലേറ്റർ വി ക്യാൻ ജനറേറ്റ് FM അല്ലെങ്കിൽ ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ. ആദ്യം തന്നെ നമ്മുടെ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നലിനെ ഒരു ഇന്റഗ്രേറ്ററിലേക്ക് കൊടുക്കും. ഇന്റഗ്രേറ്റർ ആ സിഗ്നൽ ഇന്റഗ്രേറ്റ് ചെയ്ത് തരുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ ഇൻപുട്ടായിട്ട് ഫേസ് മോഡുലേറ്ററിന് കൊടുക്കും. ഈ ഫേസ് മോഡുലേറ്റർ ഈ കിട്ടുന്ന സിഗ്നലിനെ പ്രോസസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സിഗ്നൽ എന്ത് സിഗ്നൽ ആയിരിക്കും? ഒരു ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ ആയിരിക്കും. എന്തായിരിക്കും? ഒരു ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ ആയിരിക്കും. സോ ജനറേഷൻ ഓഫ് FM ആൻഡ് PM സിഗ്നൽ വളരെ സിമ്പിൾ ആണ്, മനസ്സിലാക്കി പഠിക്കാൻ.